ഇന്ന് ഞാനുണ്ടല്ലോ ബ്രെഡ് റോൾ ആട്ടോ ഉണ്ടാക്കുന്നേ, വെജിറ്റബിൾ ബ്രെഡ് റോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, പിന്നെ ക്യാരറ്റ് ഒരെണ്ണം, ഗ്രീൻ ബീൻസ് വേവിച്ചത്, പിന്നെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചതും, ബ്രെഡ്, കറിവേപ്പില, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വെജിറ്റബിൾ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടായി വലിയ ജീരകം ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാനിതിൽ മസാലയായിട്ട് ഈ വലിയ ജീരകം മാത്രമേ ഇടണുള്ളൂ, വേറെ ഗരം മസാലകളൊന്നും ചേർക്കണില്ല. ഈ വലിയ ജീരകം ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നമ്മുടെ ഈ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. കുറേ മസാലകളാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് വരുമല്ലോ, അത് ഈ ജീരകം മാത്രം ചേർക്കുമ്പോൾ വരില്ല. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ടി വരും. അതിന് ശേഷം നമ്മളതിൽ കുറച്ച് ഉപ്പും പിന്നെ എന്താ ചേർക്കേണ്ടത്, മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, പിന്നെ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട്. ഇവിടെ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിക്ക് നല്ലപോലെ വഴറ്റി വരുന്ന സമയത്ത് ഈ സമയത്ത് ക്യാരറ്റും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ക്യാരറ്റും ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഉരുളക്കിഴങ്ങല്ല ഗ്രീൻ ബീൻസും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മൂടി വയ്ക്കും. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട്, അത് മാറാനായിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി, ശരിയാവും. ഈ സമയം നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മാറ്റി വയ്ക്കുക. അതായത് നമ്മൾ ഈ റോളാക്കുമ്പോൾ ആ കട്ടിയുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം, ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കി ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മസാല നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി നമ്മുടെ മസാലയും സെറ്റാക്കി. അപ്പോൾ നമ്മുടെ മസാല ശരിയായി, ബ്രെഡും ശരിയാക്കി. ഇനി നമുക്ക് ഈ റോൾ ചെയ്യുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു 2 എഗ് വൈറ്റ് എടുക്കാം. കുറച്ചുണ്ടല്ലോ, 2 എഗ് വൈറ്റ് മാത്രം എടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. യെല്ലോ വേണ്ട കേട്ടോ, വൈറ്റ് മാത്രം മതി. നമുക്കിപ്പോൾ ഇത് ഞാൻ വെജ് റോൾ ആയ കാരണം, അല്ലെങ്കിൽ നമുക്ക് ആ യെല്ലോ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതും ഇതിൽ ചേർക്കാം. ഇപ്പം അങ്ങനെ ഞാൻ ചേർക്കണില്ല, ഫുൾ വെജാണ്, വെജിറ്റബിൾ മാത്രമായിട്ടുള്ള കണ്ടാണ്. പിന്നെ നമുക്ക് ഫുൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ എഗ്ഗിന് പകരം 1 സ്പൂൺ മൈദ ഒന്ന് വെള്ളത്തിൽ കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് എടുത്താലും മതി. അങ്ങനെ എടുക്കാം. എഗ് വൈറ്റിന് പകരം നമുക്ക് മൈദ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബ്രെഡ് എടുത്ത് വെള്ളത്തിലൊന്നും ഇട്ടു. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടോ, സാരില്ല, നമുക്ക് അതിൻ്റെ അടിയിൽ വേറൊരു ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി. ആ വെള്ളം ഫുള്ള് വലിച്ചെടുക്കും. അതിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ആ ബ്രെഡൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം മസാല അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് നല്ലപോലെ സീൽ ചെയ്യണം. മസാല ഫില്ല് ചെയ്ത് നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് റോൾ ചെയ്തെടുക്കണം. അതായത് നല്ലപോലെ സീൽ ചെയ്തില്ലെങ്കിൽ ആ മിക്സ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം ആ ബ്രെഡ് ഇങ്ങനെ നമുക്ക് വലിച്ച് നീട്ടാൻ പറ്റും. അതുപോലെ വലിച്ച് നീട്ടി നല്ലപോലെ റോളാക്കി എടുക്കുക. നല്ലപോലെ റോളാക്കിയതിന് ശേഷം എഗ് വൈറ്റിൽ മുക്കി നമ്മൾ നേരത്തെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ടോ, എഗ് വൈറ്റിൽ മുക്കി നല്ലപോലെ എല്ലാ സൈഡിൽ നിന്ന് മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിൽ കൊണ്ടുപോയി ഇടാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ കോട്ടാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് റോളും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ചെയ്യണതൊന്നും കാണിക്കണില്ല കേട്ടോ, അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ എല്ലാ ബ്രെഡ് റോൾസും നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് ഇതൊക്കെയും കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കാം കേട്ടോ, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാം. ഫില്ല് ചെയ്യണതല്ല, ഈ എഗ് വൈറ്റിൽ മുക്കിയിട്ട് ബ്രെഡ് ഇങ്ങനെ പൊടിയാക്കണില്ലേ, അതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അവർക്ക് കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്ന ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അതുപോലെ നമുക്ക് എല്ലാ റോളും ഞാനങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ബ്രെഡും റോളാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല ബാക്കി വന്നു, അപ്പോൾ ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എഗ് വൈറ്റിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി അതും മാറ്റി വെച്ചു. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം കട്ട്ലേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല, 2 ദിവസമൊക്കെ ഇരിക്കും. കുറേ ദിവസമൊന്നും വെക്കേണ്ട, 2 ദിവസമൊക്കെ വെച്ചാൽ മതി.
അങ്ങനെ നമ്മുടെ റോള് ശരിയായി, കട്ട്ലറ്റ് ശരിയായി. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഈ ബ്രെഡ് റോളിൽ ഞാൻ ഫ്രീസറിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആ പൊടി അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പൊടി നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങനെ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി വെളിച്ചെണ്ണയിട്ട് വറുത്താൽ ആ പൊടി ഫുള്ള് ഇങ്ങനെ സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ റോളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടെക്സ്ചറിൽ ഇങ്ങനെ പൊട്ടാണ്ട് നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ഈ റോള് ഫ്രൈ ആക്കി എടുക്കാം. ഇവിടേക്കാണ് നമുക്ക് കുറച്ച് സമയം പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിലേക്കും വറുത്തെടുക്കാൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനെയൊക്കെയും ഈ സ്റ്റേജൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ നമുക്കതുപോലെ എല്ലാ റോളും നമുക്ക് വറുത്തെടുക്കാം. ആദ്യത്തെ കുറച്ച് വലുപ്പമായ കാരണം ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. നമ്മുടെ റോളിൻ്റെ വലുപ്പം അനുസരിച്ച് 1-2 ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കൂടുതലാവുണ്ടെങ്കിൽ വെച്ചാൽ കൂട്ടി മുട്ടി പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ ശരിയാവില്ല. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡ് റോളും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും.